ഇന്നലെ കോഴിക്കോടുണ്ടായ തീപിടുത്ത വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന. ജില്ലാ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. സംഭവത്തിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർ നൽകും. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി റിയാസ് KMR നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് നഗരത്തിൽ നടന്ന വലിയൊരു തീപിടുത്തത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഇന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവ സ്ഥലത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് കാർട്ടൂൺ. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം, ഒരു 10.5 മണിക്കൂറിലേറെ നീണ്ട തുടർച്ചയായി 10.5 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ കാണുന്ന വിധത്തിലെങ്കിലും ഒരു പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് സാധിച്ചത്. ഇന്നിപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലുള്ള പരിശോധന അല്പം കഴിഞ്ഞ് നടക്കും. ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. അദ്ദേഹം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. ആ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർ അത് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കും. തുടർന്നാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യം തീരുമാനിക്കുക. കൂടാതെ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രത്യേക പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യം കോർപ്പറേഷൻ അധികൃതർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അത്തരം പരിശോധനകളുടെ ഒരു ദിനങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. കാരണം നമുക്ക് കാണാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാം, ഇവിടെ പൂർണ്ണമായും അഗ്നിനാളങ്ങൾ ചാമ്പലാക്കിയ ഒരു ഇടം എന്ന് പറയാം. ഇതിന്റെ മുകൾ നില എന്ന് പറയുന്നത്, 2ാം നില എന്ന് പറയുന്നത് തീ നക്കിയെടുത്ത ഒരു അല്ലെങ്കിൽ തീ ചാമ്പലാക്കിയ ഒരു ഇടമായി മാറിയിരിക്കുന്നു. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ വൈകിട്ട് 4:40 ആരംഭിച്ച തീ അത് പൂർണ്ണമായും അവസാനത്തെ തീയും കെടുത്തുന്നത് 3 മണിക്ക് ശേഷമാണ്. അതായത് 10.5 മണിക്കൂറിലേറെ നീണ്ട തുടർച്ചയായ ഒരു പരിശ്രമത്തിനൊടുവിലാണ്. അതിൽ അഗ്നിരക്ഷാ സേനയുടെ വലിയ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഈ 3 ജില്ലകളിൽ നിന്നുള്ള കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള എല്ലാ അഗ്നിരക്ഷാ സംവിധാനങ്ങളും 30ഓളം യൂണിറ്റുകളുടെ നിതാന്തമായ ഒരു പരിശ്രമം ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു തീ പടർന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ജീവനക്കാരെയെല്ലാം മാറ്റാൻ സാധിച്ചത് വലിയൊരു അപായം ഒഴിവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇപ്പോഴിതാ പോലീസിന്റെയൊക്കെ വാഹനങ്ങൾ നിരന്തരമായി ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഇപ്പോഴും പോലീസിന്റെ ഒരു കടുത്ത നിയന്ത്രണം ഇന്നുമുണ്ട്. കാരണം വിവിധ പരിശോധനകൾ നടക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ നമുക്ക് കാണാം, ഈ മെഡിക്കൽ ഷോപ്പിന്റെ പരിസരങ്ങളിലേക്ക് ഇന്നലെ രാത്രി JCB ഉപയോഗിച്ച് ആണ് ഇതിന്റെ അകത്തേക്കെല്ലാം തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇതിന്റെ മുകൾ നില, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഭാഗത്ത് മുഴുവൻ ചില്ലുകൾ നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു, ഒരു ഇടമായിരുന്നു. ആ ഒരു ചില്ലുകൾ നിറഞ്ഞ ഇടത്തേക്ക്, അതിനകത്തേക്ക് വെള്ളം ചീറ്റാൻ സാധിക്കുമായിരുന്നില്ല. ആദ്യം കരുതിയിരുന്നത് അപ്പുറത്ത് തീയണച്ചതിന് ശേഷം അകത്ത് കയറി വെള്ളം ചീറ്റി ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാമെന്നായിരുന്നു. പക്ഷേ അതിന് സാധിക്കാത്ത ഒരു സ്ഥിതി വന്നതോടുകൂടിയാണ് പിന്നീട് JCB അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് നേരെ ഇത് തകർക്കുന്നു. ആ ചില്ല് തകർത്തുകൊണ്ട് അതിനകത്തേക്ക് കടന്നുകൊണ്ട് ക്രെയിൻ സംവിധാനത്തിന്റെ എല്ലാം സഹായത്തോടു കൂടിയാണ്, ആ ക്രെയിനിൽ കയറിയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. അതിന്റെ ഇന്ന് നമുക്ക് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ, മൊഫീസൽ ബസ് സ്റ്റാൻഡിൽ കാണാൻ കഴിയുന്നത് ഇന്നലത്തെ തീപിടുത്തത്തിന്റെ അവശിഷ്ടങ്ങൾ, ദുരന്തം ബാക്കി വെച്ച അവശിഷ്ടങ്ങൾ എന്ന് പറയാം. അതാണ് ഇന്ന് ഇപ്പോൾ കാണുന്നത്. അതിന്റെ പരമാവധി ശുചീകരണ തൊഴിലാളികളെ അടക്കം നമുക്ക് കാണാം. അതിന്റെ ഇത് മുഴുവനായി ശുചീകരിക്കാൻ ഇനി പരമാവധി സമയം അനിവാര്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്കിൽ കൂടിയും പ്രാഥമികമായിട്ടുള്ള ഒരു ശുചീകരണം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ തീപിടുത്തത്തിൽ കത്തിയമർന്ന പൊട്ടിത്തെറിച്ച AC, അതിന്റെ AC വെന്റിലേഷന്റെ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാം. ഈ
AC വെന്റിലേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ, മറ്റ് ഈ അഗ്നിബാധയേറ്റ് ഉരുകിപ്പോയ ഇരുമ്പിൻ്റെ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആളുകളെല്ലാം തന്നെ ഇന്നലെ നേരിട്ട് എത്താൻ പറ്റാതിരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഇവിടേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പരിശ്രമം കഴിഞ്ഞു. ഇന്നിപ്പോൾ പരിശോധനയുടെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ആ പരിശോധനയുടെ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നമുക്ക് ആളുകൾ, പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. റിയാസ്, അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിലെ ഒരു ബസ് സ്റ്റാൻഡാണ് അത്. ഇന്നലെ ഈ ദൗത്യത്തിൻ്റെ ഇടയ്ക്ക് അവിടേക്കുള്ള ഗതാഗതമെല്ലാം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ഇന്നിപ്പോൾ ഗതാഗതങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ടോ? റിയാസ്, അതുപോലെ തന്നെ ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ ഒരു പരിസരത്തേക്കുള്ള ഗതാഗതമെല്ലാം പൂർണ്ണമായും പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിയന്ത്രിച്ചിരുന്നു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഗതാഗത ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? കോഴിക്കോട് ബസ് സ്റ്റാൻഡിനടുത്തുണ്ടായ ഈ ഒരു തീപിടുത്തത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള ആളുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. അതും മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ. ഇതുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത അടക്കം ഇന്നലെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഇന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിക്കാനിരിക്കുകയാണ്. സംഭവത്തിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് കളക്ടറോട് ചീഫ് സെക്രട്ടറി തേടിയിരുന്നു. ഇത് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിയാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇന്നലെ ആ ഒരു പ്രദേശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ഇന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും ഗതാഗതം എല്ലാം തന്നെ കൃത്യമായി തന്നെ പുനഃസ്ഥാപിച്ചു. ഇപ്പോഴിതാ ബസ്സുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായി തന്നെ, അതായത് പതിവ് പോലുള്ള ഒരു സംവിധാനമല്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും പോലീസ് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. മറുവശത്ത് ബസ്സുകളെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് ഈ ഒരു പരിസരം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറുഭാഗത്താണ് ഈ ഒരു തീപിടുത്തമുണ്ടായ ഭാഗത്ത് മാത്രമാണ് ഇന്ന് പരിശോധന നടക്കുക. കാരണം ഇതിനകത്ത് കയറണം, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കണം. വലിയ ഒരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകളിലേക്കായിരിക്കും ഇന്ന് നീങ്ങുക. കാർത്തും, അതോടൊപ്പം നമ്മൾ ഇന്നലെ അവിടെയുള്ള കുറെ ആളുകളോട് പ്രതികരണങ്ങൾ തേടിയിരുന്നു. അപ്പോൾ എല്ലാവരും സൂചിപ്പിച്ച കാര്യം ഇതാണ്: കെട്ടിടത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം, അതുപോലെ തന്നെ ഈ അഗ്നിരക്ഷാ സേനകൾക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരിത് അവിടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുമോ? കൂടുതൽ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കുമോ? തീർച്ചയായും ഇനിയിപ്പോൾ ഒരു നിമിഷങ്ങളാണ് എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ അന്വേഷണത്തിലേക്കാണ് കൂടുതലായി കാര്യങ്ങൾ കടക്കുന്നത്. ആദ്യം അഗ്നിരക്ഷാസേനയുടെ അന്വേഷണം വരുന്നു. അതിന് പിന്നാലെ കോർപ്പറേഷൻ അധികൃതരുടെ അടക്കമുള്ള അന്വേഷണങ്ങളാണ് ഇന്ന് നടക്കുക. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇനി വരിക. പ്രധാനമായും ഇത് എങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളത് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. അതിൻ്റെ ഒരു കൃത്യമായ രീതിയിൽ, കാരണം ഈ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ ഈ തീ എങ്ങനെ ഇവിടത്തേക്ക് പിടിച്ചു, പിന്നീട് പടർന്ന സാഹചര്യം, ഇതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. തുണിത്തരങ്ങളും മറ്റ് പ്ലാസ്റ്റിക് അടക്കമുള്ള കാര്യങ്ങളും ആണെങ്കിൽ കൂടിയും അതൊരു നമ്മുടെ ഒരു പ്രാഥമിക കാഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് വിശദമായ പരിശോധന അനിവാര്യമാണ്.
മറ്റൊന്ന് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതി സംബന്ധിച്ച കാര്യങ്ങൾ. ഈ കെട്ടിടത്തിനകത്ത് തകര ഷീറ്റുകൾ കൊണ്ട് മറച്ച ഒരു നിലയിലായിരുന്നു. ഇന്നലെയൊന്നും തന്നെ ഈ തുടക്കത്തിൽ വെള്ളം അകത്തേക്ക് ചീറ്റാൻ അഗ്നിരക്ഷാ സംവിധാനത്തിന് സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന വേണം. അത് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിലേക്കാണ് ഇനി നീങ്ങുക. ശരി, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തം മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് വിജയകരമായത്. തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാര സമുച്ചയത്തിലെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഇന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കും. കൂടാതെ കോർപ്പറേഷന്റെ നേതൃത്വത്തിലും പരിശോധന നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർ നൽകും. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർക്ക് ചീഫ് സെക്രട്ടറിയും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. റിയാസ് KMR ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.